ഹരി ഓം. ചാന്തോക്യത്തില് 8-ാം അധ്യായത്തില് ദഹരവിദ്യ എന്നതിനെ പറ്റി പറയാൻ ആരംഭിക്കുകയാണ്. അതാ യതിതമസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ഡരീകം വേശ്മ ദഹരോസ്മിൻ അന്തരാകാശ തസ്മിൻ നിരന്ത തദന്വേഷിതവ്യം തദ്ഭാവ വിജിജ്ഞാസിതവ്യം എന്നല്ല. അതാ യതിതമസ്മിൻ ബ്രഹ്മപുരേ, ഈ ബ്രഹ്മപുരത്തിലെ ദഹരം പുണ്ഡരീകം, സൂക്ഷ്മമായ പുണ്ഡരീകം, താമര പോലെയുള്ളതായ വേശ്മാണ് ഗൃഹം. ദഹരോ അസ്മിൻ അന്തരാകാശം, അതിനുള്ളിലുള്ള ആകാശം, ഹൃദയാകാശം, ഈ ഹൃദയാകാശത്തിനുള്ളിലുള്ളത്. ദഹരോ അസ്മിൻ അന്തരാകാശ തസ്മയന്ത അന്വേഷിച്ചത്, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അന്വേഷിക്കണം. അതാ വിജിജ്ഞാസത്, അതാണ് അറിയണം. अब इस ब्रह्मपुर के भीतर जो यह सूक्ष्म കമലാകാര സ്ഥാനം, ബ്രഹ്മപുരത്തിനുള്ളിൽ സൂക്ഷ്മമായ താമര ആകാരത്തിലുള്ള സ്ഥാനമുള്ളത്. जिसमें जो सूक्ष्म आकाश है, विरला सूक्ष्म आकाश है, इसके भीतर जो वस्तु है उसका अन्वेषण करना चाहिए. ഇതിനുള്ളിൽ അന്വേഷിക്കേണ്ടതാണ് വസ്തു, उसकी जिज्ञासा करना चाहिए. അത് ആശപ്പെടണം. ജ്ഞാതുമിച്ച ജിജ്ഞാസ, അറിയണം, മനസ്സിലാക്കണം. പഞ്ചേത് ബ്രൂയോ യതിതമസ്മിൻ ബ്രഹ്മപുരേ, അത് പറയുകയാണ്. ബ്രഹ്മപുരത്തില് ദഹരം പുണ്ഡരീകം, സൂക്ഷ്മമായ താമരാകാരത്തിലുള്ള വേഷ്മ, താമരാകാരത്തിലുള്ള പറയുന്നത് ഹൃദയത്തിനാണ് പറയുന്നത്. താമര മുട്ട് പോലെ ഉണ്ട്. ദഹരം പുണ്ഡരീകം വേഷ്മ ദഹരോസ്മിൻ അന്തരാകാശ, സൂക്ഷ്മമായ ഉള്ളിൽ ആകാശം. കിന്തു അത്ര വിദ്യതേ, എന്താണ് അതിലുള്ളത്? ഏതന്വേഷ്ടവ്യം, ഏതാ അന്വേഷിക്കേണ്ടത്? എന്താ വിജിജ്ഞാസ, ഏതാ അറിയേണ്ടത്? ഇത് ബ്രൂയാത്, അത് പറയുന്നു. गुरु से शिष्य कहें कि इस ब्रह्मपुर में जो सूक्ष्म है कमलाकार, ഈ ബ്രഹ്മപുരത്തിൽ ഏതാണ് സൂക്ഷ്മമായിട്ടുള്ള താമരാകാരത്തിലുള്ളത്? उसमें जो അന്തരാകാശം है, ഏതായി ഉള്ളിലുള്ള ആകാശം എന്ന് പറയുന്നത്? ഏതായി ഉള്ളിലുള്ള ആകാശം, ഏതായി വെളിയിലുള്ള ആകാശം? उसके भीतर क्या वस्तु है, അതിന്റെ ഉള്ളിൽ എന്താ വസ്തു ഉള്ളത്, വാസ്തവമുള്ളത്, വസ്തു സത്യം എന്താണുള്ളത്? जिसका अन्वेषण करना चाहिए, ഏതാ അന്വേഷിക്കേണ്ടത്? അഥവാ जिसकी जिज्ञासा करनी चाहिए, ഏതാ ആഗ്രഹിക്കണം, അറിയണം എന്ന് വിചാരിക്കേണ്ടത്? तो इस प्रकार पूछने वाले शिष्य के भी ഇങ്ങനെയുള്ള ശിഷ്യന് വേണ്ടിയിട്ട്, ചോദിച്ച ശിഷ്യന് വേണ്ടിയിട്ട് അത് ആചാരം പറയുകയാണ്. അല്ല, നേർക്കൊണ്ട് പറയാൻ മൂലം പറയാം. സഞ്ജയ് ബ്രൂയതമസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ഡരീകം വേശ്മ ദഹരോസ്മിൻ അന്തരാകാശ അന്വേഷണം തദ്വാ വിജ്ഞാസിതൻ സജയൻ ബ്രൂയാത്. ഈ മൂലത്തിന്റെ പ്രത്യേകത മൃഗങ്ങൾ വൈകാട്ട് പഠിക്കുന്നതാണ്. മൂലത്തിന് പിന്നീട് മേലുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹത്തിന് ആവശ്യമാണ്. അപ്പോൾ അടുത്ത ശിഷ്യന് അതിൽ പറയുന്നതാണ് യാവാൻവ അയം ആകാശ താപാനേശം അന്തർഹൃദയാകാശം. എത്രയാണോ ഈ വെളിയിലുള്ള ആകാശമുള്ള, അത്രയും ഈ ഉള്ളിലുള്ള ആകാശമുണ്ട്. ആകാശ ഉഭയസ്മിൻ ദ്യാവാ പൃഥിവിയോ അന്തരേക സമാഹിത. ഇതിൻ്റെ ഉള്ളിലാണ് സ്വർഗമുള്ളത്, പൃഥ്വിയുള്ളത്, ആകാശമുള്ളത്. ഇത് അയമാകാശ, അയം എന്ന് പറയുന്ന ഈ പുരുഷാകാശം. ഈ പുരുഷാകാശം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലുള്ള ആകാശം. നമുക്കുള്ളിൽ എന്ന് പറയുന്നത് വെളിയിൽ എന്ന് പറയുന്നതോ അങ്ങനെ ഒരു ആകാശം എന്ന് പറഞ്ഞാൽ രണ്ടാക്കാൻ പറ്റും, അന്തരെന്നും ബാക്കിയെന്നും. പക്ഷെ ആകാശം ഒന്നേ ഉള്ളൂ. ഈ ആകാശം എന്താണ്? വസ്തുവാണ്, അതൊരു പരിമിതമാണ്. അപ്പോൾ ഈ ഹൃദയാകാശം എന്ന് പറയുന്നത് പരിമിതമല്ല, അത് വസ്തുവല്ല. അതൊരു വസ്തുവല്ല എന്ന് പറഞ്ഞാൽ വിഷയമല്ല എന്നർത്ഥം. ഇടം പോലെ ഭൂതാകാശം പോലെ അല്ല. ആകാശത്തിനാണ്, ബ്രഹ്മത്തിനാണ്, വേദത്തിൽ തന്നെ രൂഢിയാണ്. അപ്പോൾ ആകാശം ഭൂതാകാശം ഉദ്ദേശിക്കുന്നില്ല, ദേഹാകാശം എന്നുള്ളത്. വ്യാപാൻവായ ആകാശ താവാനേഷം അന്തർഹൃദയാകാശം. ഈ ഉള്ളിലുള്ള ഈ ഹൃദയാകാശം ബാഹ്യാകാശം ഒന്നാണെന്ന് പറയുന്നുണ്ട്. വ്യാപാൻവായ ആകാശ താവാനേഷം അന്തർഹൃദയാകാശ വ്യാപാന്ത അയമാകാശ. ഈ ആകാശം എത്രയുണ്ടോ താവാനേഷം അന്തർഹൃദയാകാശം, ഈ ഉള്ളിലുള്ള ആകാശം. ഉദയത്തിന് വ്യാപാപൃഥ്വി, ഈ ആകാശം എത്രയുണ്ട് എന്നുള്ളതിന് ഇനിയും വ്യാപ്തി പറയുന്ന ഇതിനുള്ള സ്വർഗം ഭൂമിയിലുള്ളത്. അന്തരേ സമാഹിത ഉഭ അഗ്നിശവായുഷ, അഗ്നിയിലായുള്ളത്, വായുവിലായുള്ളത്, സൂര്യനിലായുള്ളത്, ചന്ദ്രനിലായുള്ളത്. ഉഭോ വിദ്യുത് നക്ഷത്രാണ്, വിദ്യുതിലായുള്ളത്, നക്ഷത്രങ്ങൾ ഇതിലായുള്ളത്. യച്ഛാസ്തി ഹാസ്തി യച്ഛ നാസ്തി, എതുകടെ ഉണ്ടോ എതുകടെ ഇല്ലയോ സർവം തദാസ്മിൻ സമാഹിതം. അതെല്ലാം ഇതിൽ ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ വീട് ആകാശം ഭൂതാകാശമല്ല, പരമാത്മാവാണ്. പരമാത്മാവിലാണ് എന്താണ് സകലമില്ലത്.
ഭൂതാകാശത്തില് സ്വർഗവും നിൽക്കുന്നുണ്ട്, ഭൂമിയിൽ നിൽക്കുന്നുണ്ട്, ആകാശം നിൽക്കുന്നുണ്ട്. ആകാശത്തിന് അവകാശം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വികാരപ്രപഞ്ചമാണ്. അവികാരപ്രപഞ്ചമാണ് ത്രിപാദശ അമൃതം. അപ്പോൾ അമൃതമായ സ്വർഗം എന്ന് പറയുന്നത് പരമാത്മാവാണ്. ഇതിനാ പറഞ്ഞതിലെല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയെങ്കിൽ സംശയമൊന്നുമില്ല. കാര്യം ഇതൊക്കെ വേറെ നിർമ്മങ്ങളോട് സംബന്ധമുണ്ട്. അതിലൂടെ അർത്ഥങ്ങൾ പറയാനുണ്ട്. എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. ഭാഷാർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. കുറെ കാലക്രമം വരേണ്ടത്. ജിത്നായ ഭൗതിക ആകാശം ഉത്തനാഹി ഹൃദയാന്തർഗത ആകാശം. എത്രയാണ് ഈ ഭൗതികാശമുള്ള അത് അത്രയും ഹൃദയാകാശം ഉണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ഭൗതികാശത്തിലെടുത്തോളം മാത്രമേ വികാരത്തിന് പ്രസക്തി. അഭൗതികമായി കഴിഞ്ഞാൽ പിന്നെ അത് അവഞ്ചീകൃതമായി കഴിഞ്ഞാൽ പിന്നെ അവഞ്ചീകൃത ഭൂതസൂക്ഷ്മങ്ങൾ ഉള്ളെടുക്കുക എന്നത് ഉള്ളതെങ്കിലും അവഞ്ചീകൃതമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവസ്ഥാത്രയത്തിലും മേലായിട്ടുള്ളതാണ്. അത് നിത്യനിരന്തരമായിട്ടുള്ള ഒരു നിശ്ചലങ്ങൾ മാത്രമാണ്. എന്നാൽ വികാരത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് പറയുന്നതാണ് ഈ വാസ്തവം. ഇതിനായി ഈ ആകാശം ഉത്തരാഹി ഹൃദയാന്തർഗത ആകാശം दिलोग और पृथ्वी ये दोनों लोग सम्यक प्रकार से इसके बेहतर भी स्थित हैं. स्वर्गों में इसके अग्नि और वायु ये दोनों सूर्य अग्नि वायुदिलाइले सूर्यनिदिलाइले चंद्रनिदिलाइले दोनों विद्युत नक्षत्र विद्युत मिन्नलिदिलाइले नक्षत्र दिलाइले आत्मा आत्मा का जो कुछ इस लोग में है आत्मा ഏതോ കുറച്ച് ലോകം ഇത് जो नहीं है ഏത് ഉണ്ടോ ഏത് ഇല്ലയോ അതെല്ലാം सब सम्यक प्रकार से इसमें स्थित है. हमारी संचेत ब्रूयो यदिदमस्मिन् संचेत ब्रूयो अस्मिग्सेदं ब्रह्मपुरे പറയുന്നത് ഈ ബ്രഹ്മപുരത്തിലെ സർവം സമാഹിതം എല്ലാം ചേർന്നിട്ട് സർവാണി ച ഭൂതാനി എല്ലാ ഭൂതങ്ങളും സർവേച കാമ എല്ലാ കാമങ്ങളും ഏതേത് ജരാഹ ആത്മഹതി വയസ്സാമ സമയത്ത് വെളുക്കുന്നത് ആത്മഹതി പ്രധ്വംസത അതിനുശേഷം ഉടഞ്ഞു പോകും. किम तद अधिशिष्यते यदि यदा वाक्य निकुന്നില്ല. इस आचार्य से यदि शिष्यगण कहे कि आचार्य शिष्य പറയുന്നു इस ब्रह्मपुर में ये सब समाहित है ब्रह्मपुरത്തിലെല്ലാം ചേർന്നിട്ടുണ്ട്. അതാ സമ്പൂർണ്ണ ഭൂത സമസ്ത കാമന എല്ലാ ഭൂതങ്ങളിലും എല്ലാ ആശയത്തിലുണ്ട്. സമയപ്രകാരത്തെ സ്ഥിതി നന്നായിട്ട് നിൽക്കുന്നുണ്ട്. तो इस समय वृद्धावस्था को प्राप्त होता हुआ ഇത് വൃദ്ധാവസ്ഥയെ പ്രാപിച്ച സമയത്ത് അഥവാ നഷ്ടപോ ജാത്താന് പൈസ പൊടിഞ്ഞു പോകില്ലേ ഈ സമയത്ത് ക്യാ ശേഷ രഹത്താൻ അവിടെ വാക്യം നിൽക്കില്ല. ശിഷ്യന്റെ ചോദ്യം ബ്രൂയാ നാശ ജരയേത് ജീര്യത ഇത് വയസ്സാവുന്ന സമയത്ത് പൊടിഞ്ഞു പോകില്ല. വയസ്സാവുന്ന സമയത്ത് നശിക്കുന്നതല്ല മാത്രം അധേനാശ ഹന്യത ഇത് ആർക്കും പലാൻ പറ്റുന്നതല്ല. ഏത് സത്യം ബ്രഹ്മപുരി സത്യം ബ്രഹ്മപുരാണ് സത്യലോകമാണ്. ബ്രഹ്മപുര അസ്മിൻ കാമാഹ സമാഹ ഇതിൽ കാമങ്ങളുണ്ട്. ഈ സത്യപുരത്തിലുള്ള പിതൃലോകാമ സങ്കല്പത്തിന് കൊണ്ട് ഉണ്ടാവുന്ന പറയുന്നത് സത്യലോകത്തിനുണ്ടാക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും മുക്തി കിട്ടുന്നുണ്ടോ സത്യലോകത്ത് പോയവരൊക്കെ മുക്തി ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷം. മുഖ്യമായിട്ട് അവർക്ക് എല്ലാവർക്കും ആ സത്യലോകത്ത് പോകാൻ പറ്റില്ല. പക്ഷെ സത്യലോകത്ത് പോയി കഴിഞ്ഞാലും അവരൊക്കെ ഭഗവാൻ അറിയാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാമത്തിൽ തന്നെ അവർ പെട്ടുപോയി. അതായത് ലോകത്തിലോ സ്ത്രീ ലോകത്തിലോ അങ്ങനെയല്ല അത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവരൊക്കെ ആത്മജ്ഞാനം പൂർണ്ണമായില്ലെങ്കിൽ പ്രളയകാലം ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുന്നവരെയുള്ള കാലത്തിലും അവരൊക്കെ നമുക്ക് പറ്റിയില്ല എങ്കിൽ കലിയുഗത്തിന്റെ അവസാനത്തിലെല്ലാം അവരങ്ങ് അർത്ഥകാല മാർഗത്തിലെത്തിയെങ്കിലും അവർക്ക് പറ്റിയില്ല എങ്കിൽ അപ്പോൾ അവരൊക്കെ പുനരാവർത്തിയിലുണ്ട് ആ സത്യലോകത്തിൽ തന്നെയാണ്. ഭൂയാൻ അവർ തിരിച്ച് ഭൂമിയിൽ ജനിക്കണമെന്നില്ല. പക്ഷെ എന്നാൽ സത്യലോകത്തിൽ വീണ്ടും അടുത്ത സത്യലോകത്തിൽ അവിടെ നിൽക്കാനാവും. അനുഭവം കൊണ്ട് ഇങ്ങനെ അനുഭവിച്ച് ക്രമത്തിലതിൻ്റെ അവർ പക്വ ഇവിടെയില്ലവരിന് എത്ര ആൾക്കാരെ ആത്മാവിനെ അറിയുന്നില്ല. ഇവിടെ ബ്രഹ്മത്തെ അറിയാൻ പറ്റുമെങ്കിൽ അവർ അവിടെ ഇല്ലവരും ബ്രഹ്മത്തെ അറിയാതിരിക്കാമോ. അങ്ങനെ അറിയാത്തവരെ വീണ്ടും അവിടെ തന്നെ സത്യലോകത്തിൽ വീണ്ടും ജന്മമുണ്ടാവും. പ്രളയത്തിന് ശേഷം അതായത് അടുത്ത ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് ഉണ്ടാകുന്ന കാലത്ത് സഹസ്രയുഗപരി ഉണ്ടാവും. ഓരോ 4 യുഗങ്ങളും ഒരു യുഗത്തിലെ കണക്കില് 1000 യുഗങ്ങൾ കഴിയുന്ന സമയത്ത് ബ്രഹ്മാവ് മുക്തി കഴിയുന്ന സമയത്ത് ബ്രഹ്മാവിനോട് മുക്തിക്ക് ചേരാൻ പറ്റുന്നവർ പാസായവരെല്ലാം പോകുന്ന പോലെ പോകും. അല്ലാത്തവരെ അവിടെ വീണ്ടും സത്യലോകത്തില് ശക്തിയിൽ അവരുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. വിദ്വാൻമാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇതിന്റെ അനുഭവം എന്ന് വെച്ചാൽ ഇതുപോലെ പറയാം. ഇനി ഇതില് ലോകത്തിലെ സ്വപ്നം പോലെ അവസ്ഥ ശരീരം ഉണ്ടാക്കിയ ദേഹം പോലെ ഭൂമിയിലുള്ള പോലെ അവസ്ഥ
അതേപോലെ മനസ്സുകൊണ്ട് കനവ് പോലുള്ള അവസ്ഥ ആ അവസ്ഥാഭേദങ്ങളും ബ്രഹ്മസൂത്രത്തിനാലൂടെ എല്ലാ അദ്ദേഹത്തിനും വിചാരമുണ്ട്. ബ്രൂയാനാശ ജലയേത് ജീര്യതി എന്ന അവധേനാശി അഹന്യതേ ജലീന അഴിഞ്ഞു പോകില്ല, ഭക്തനായത് കൊല്ലപ്പെടില്ല. ഏത് സത്യം ബ്രഹ്മപരം അസ്മൻ കാമാസമായ ഇതില്ല, കാമങ്ങളെ ചേർന്നിട്ട് ഏഷ ആത്മാ അർഹതപാത്മായ ഇത് പാപമില്ലാത്താണ്, വിജഹ വിമുക്തി ജലയില്ലാത്താണ്, മുക്തി വെച്ചതാണ്, ശോക വിജികാസ സ്രോവില്ലാത്തതാണ്, വിജികാസ ഭക്ഷണ ആവശ്യമില്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അഭിഭാഷ കുടിക്കേണ്ട ആവശ്യമില്ല, സത്യകാമാഹ അത് സ്വർഗലോകത്തിലും പശീന്താഹുല്ല കടോപനിഷത്തിൽ പറഞ്ഞിട്ട് സത്യസങ്കല്പ യഥാഹേവേഹ പ്രജാഹ അന്വാദിശന്തി എങ്ങനെ അതിൽ പ്രജകൾ പ്രവേശിക്കപ്പെടുന്നത് യഥാനുശാസനം എന്ന ആഴ്ച ഭരണം യമന്ത അധികാമാഹ അവർ എത്ര വരെ ആശപ്പെടുന്നോ യം ജനപദം യം ക്ഷേത്രഭാഗം ഏത് ജനപദമാണോ ഏത് ക്ഷേത്രത്തിലാണോ തമേവ ജീവന്തി അവർ അവിടെ തന്നെ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ അവർ ആശപ്പെടുന്നത് പോലെ ഇരിക്കും. അത് ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിലും വരാം, ഭൂമിയിൽ വന്നിങ്ങനെ അവസ്ഥ മോശം നടത്താം. പിന്നെ അത് അത്ര നമുക്ക് പോകാൻ പറ്റുന്ന കഴിയില്ല. സദ്യദേഹ കർമ്മജിതോ ലോകാക്ഷീയതേ ഏമേവത്ര പുണ്യജിതോ ലോകാക്ഷീയത. ഇതിനാ കർമ്മം ചെയ്ത് നശിക്കുന്നത്, കർമ്മഫലം അതുപോലെ പുണ്യം ചെയ്ത് നശിക്കുന്നത്. തദ്ദേഹ ആത്മാനം അനവിദ്യ രജന്തി ആരാ പരമാത്മാവിനെ അറിയാണ്ട് പോകുന്നു, തത്വമസീനിലെ തത്വത്തെ അറിയാണ്ട് പോകുന്നു. സത്യാ കാമാ തേഷാ സർവേഷു ലോകേഷു കാമചാരോ ഭവതി. അതായ ഇഹ ആത്മാനം അനവിദ്യ വ്രജന്തി. അകാമചാരോ ഭവതി. അവരുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റില്ല. ആരിത് അറിഞ്ഞിട്ട് പോകണം, അവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാൻ പറ്റും, എവിടെയും നിൽക്കാൻ പറ്റും. അവർ സർവമേനായി സർവത്വം വ്യാപിച്ചു മഹാജനത്തെ പ്രവേദേ മഹേദേ തദ് ബ്രഹ്മാന്ന് പരിസരത്തിൽ പറഞ്ഞ പോലെ അത് മഹത്വത്വമായി, അത് ബ്രഹ്മൻ. അത് ഭൂസ്വഹ എന്ന് പറയുമ്പോഴേക്കും ഭൂലോകം ഭൂർലോകം സ്വർലോകത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അതിന് ചലതീന്ന് അർത്ഥം ബ്രഹ്മമായി മാറിയത് അത്ര ബ്രഹ്മസംസ്കൃതമല്ല അവരെ അവസ്ഥ. ചരോഭവത്യതയ ഇഹ ആത്മാന അനവിദ്യ വ്രജന്തി. ആത്മാവിനനുസരിച്ച് സഞ്ചരിക്കുന്നോ ഏതാ സത്യാം കാമാൻ. ഈ സത്യകാമായിട്ടുള്ളവരെ ശേഷാവും സർവേഷു ലോകേഷു കാമചാരം. ഈ സത്യകാമനായിട്ടുള്ളവര് സർവ്വലോകത്തിൽ നിന്ന് ഇഷ്ടത്തിൽ സഞ്ചരിക്കാൻ പറ്റും. സഞ്ചരിക്കുക സഞ്ചരിക്കൂല എന്നുള്ള അവസ്ഥ. എന്താ വെച്ചാൽ ഇഷ്ടത്തിന്റെ ഒരു വിഷയം ആടെ വരുന്നില്ല. ഉറക്കത്തിൽ എന്ത് ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ എവിടത്തേക്ക് പോയി എവിടെയും പോയില്ല. അവിടെ നിന്ന് സർവ്വമയരായിരിക്കുന്നവർക്ക് പിന്നെ എന്തുകൊണ്ട് പോകാനും പറ്റും. അതായത് ദേവതകൾക്ക് ഋഷികൾക്ക് എല്ലാം രാക്ഷസന്മാർക്കെല്ലാം വിചാരിക്കുന്ന ശരീരത്തെ എടുത്ത് അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം. ചെയ്യില്ല എന്നുള്ളതാണ് അവസ്ഥ. ബൃഹദാനത്തിലെല്ലാം പറയുന്നുണ്ട് പിന്നെ ആര് കാണേണ്ടത് എന്ത് കാണേണ്ടത് ഒന്നുമില്ലല്ലോ. ശരി പിതൃലോകാമോ ഭവതി സങ്കല്പാദേവാസ പിതൃ സമുദ്രക്ഷണന്തി. പിതൃക്കളുടെ ലോകത്തിൽ പോകണമെന്ന് വിചാരിച്ച നിമിഷം വിചാരിക്കുന്ന സമയത്ത് തന്നെ പിതൃലോകം അവരുടെ മുന്നിൽ ഉണ്ടാവും. സങ്കല്പാദേവാസ പിതൃ സമുത്തിഷ്ഠന്തി. സങ്കല്പിക്കുന്ന മാസത്തിൽ തന്നെ പിതൃരാമ പ്രവൃത്തികളെല്ലാം അവിടെ ഉണ്ടാവും. സമുത്തിഷ്ഠന്തി ഏന പിതൃലോകേന സമ്പന്നോ മറ്റേ ആ പിതൃലോക സമ്പത്ത് ഉണ്ടാവും. ആത്മാവിദ്യ വ്രജന്തി. വ്രജന്തി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അതായത് സത്യലോകത്ത് നിന്ന് വേണം പിതൃലോകത്തേക്ക് വരാൻ നോക്കാം. പിതൃലോകത്ത് വന്നു കഴിഞ്ഞാൽ അത് അവിദ്യ കൂടുതലുള്ള ലോകമാണ്. അതായത് പടത്തിൽ പറയുന്നത് ജലത്തിൽ കാണുന്ന പോലെ സൂര്യാദേവ ബ്രഹ്മലോകം. ഈ വെയിലിൽ നിന്ന് എഴുതുമ്പോൾ ഒരു ബ്രഹ്മലോകത്ത് കാണാൻ പറ്റുന്നു. അവരെ സഞ്ചരിച്ച് സത്യലോകത്തും പിതൃലോകത്തേക്ക് വന്നെങ്കിൽ പിന്നെ സത്യലോകത്തേക്ക് പോകാനുള്ള യോഗ്യതയില്ലെങ്കിൽ ആ ബ്രഹ്മോപനാലുക പുനരാവർത്തിക്കാറും പോകുന്നത്. അതായത് പിതൃലോകാമോ ഭവതി സങ്കല്പാദേവാസ പിതൃ സമുത്തിഷ്ഠന്തി പിതൃലോകേന സമ്പന്നോ മഹ്യേത. സമുത്തിഷ്ഠന്തി പിതൃലോക സമ്പത്ത് നൽകുന്നതിനാൽ പെരുമയോടെ നിൽക്കും. എല്ലാ ലോകത്തിലും അവിടെ അവിടെ അതിൻ്റെ ആളുകൾക്ക് രാജത്വം മര്യാദ ഗാംഭീര്യം എല്ലാം ഉണ്ട്. അതേത് മാതൃലോകാമോ ഭവതി സങ്കല്പാദേവാസ മാതൃ സമുത്തിഷ്ഠന്തി. മാതൃലോക അമ്മയുടെ ലോകത്ത് പോകണമെന്ന് വെച്ചാൽ അവിടെ സങ്കല്പിക്കുന്ന നേരത്തിൽ ആ ലോകത്തിലുണ്ടാവും. മാതൃലോക സമ്പന്നമേ മാതൃലോകത്ത് സമ്പന്നനായിരിക്കും, പെരുമയോടെ നിൽക്കും. അതേത് ഭ്രാതലോകാമോ ഭവതി സങ്കല്പാദേവാസ മാതൃ സമുത്തിഷ്ഠന്തി. സഹോദരന്മാരുടെ ആ ലോകത്തിലുണ്ടാവും. കാരണം ഭ്രാതലോക സമ്പന്നമല്ലേ, ഭ്രാതലോക സമ്പത്ത് അവർക്കുണ്ടാവും, അതിൽ പെരുമയുണ്ടാവും. ദുഷ്ടനായിരിക്കുന്നു, അതെല്ലാവരും ആദരിക്കുന്നു. അതേത് സുഖലോകാമോ ഭവതി
സഹോദരന്മാരെ ലോകത്തിൽ പോകാൻ വിചാരിക്കുന്നത് സങ്കല്പാദേവാസ്യ സഹോദരിമാർ സങ്കല്പാദേവാസ്യ ജ്യേഷ്ഠസഹോദര ഏത് ലോകത്തും പോകാൻ നോക്കാം. സങ്കല്പാദേവാസ്യ ഇതര സമുത്തേഷം എനിക്ക് മാത്രത്തിൽ അവരവിടെ ഉണ്ടാവും. സുസുലോക സമ്പന്നമാകുക സഹോദരിമാരുടെ ലോകത്തില് ശ്രേഷ്ഠമാകുക അവരുടെ യോഗ്യത വിദ്യക്കുള്ള പ്രാധാന്യം അതേതി സഹിലോകാമോഹി സങ്കല്പാദേവാസ്യ സമുത്തേഷന്തി സഹികളുടെ ലോകത്ത് പോകണമെങ്കിൽ സങ്കല്പിക്കുന്ന സഹിലോകത്തുണ്ടാവും. വേറെ സഹിലോകേന സമ്പന്നമാക്കിയത് ഇത് ബ്രഹ്മലോകത്തിന് ഉൾപ്പെട്ടതാണ്. സ്വർഗവും ഭൂമിയും പാതാളും എല്ലാം തന്നെ. അപ്പോൾ ഏത് ബ്രഹ്മലോകത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ചാൽ സത്യലോകം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ലോകമാണ്. അവിടെ പോയവർക്കാണ് ഈ ശക്തി കിട്ടുന്നത്. അവർക്കാണ് ഇഷ്ടംപോലെ ശരീരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതേത് ഗന്ധമാല ലോകാമോഹി സങ്കല്പാദേവാസ്യ ഗന്ധമാലയെ സമർത്തിഷ്ടം ഗന്ധം ചന്ദ്രമാണെന്ന് വിചാരിച്ചാൽ മാല വേണമെന്ന് വിചാരിച്ചാൽ മാല ഗന്ധമാല ലോകേന സമ്പന്നമാക്കിയത് ആ സമ്പത്തുണ്ടാവും. അത് അനുഭവിക്കാൻ പറ്റും. അതേ അന്നപാന ലോകാമോഹി സങ്കല്പാദേവാസ അന്നപാനെ സമർത്തിഷ്ടം അന്നപാനങ്ങൾ അവർക്ക് ആവശ്യമില്ല. പക്ഷെ എന്നാൽ അന്നപാനം അന്നപാന ലോകേന സമ്പന്നമാക്കിയത് ആ സമ്പത്ത് അവർക്കുണ്ടാവും. അതിൽ പെരുമയുണ്ടാവും. അതേ ഗീതവാദത്തിൽ അത് ശരീരം എടുക്കുന്നതിനല്ലോ അന്നാലും ആവശ്യമില്ല. ശരീരം എടുത്താൽ എന്നതിന് ആവശ്യമില്ല. പ്രത്യലോകത്താവും. അതേത് അത് നിശ്ചയതുണ്ട്. അതേത് ഗീതവാദത്തിലെ ലോക കാമഭോഗി സങ്കല്പാദേവസ് ഗീതവാദത്തിലെ സമുദ്ദേശം ചെയ്തത് ആട്ടും പാടും പൊട്ടലമാണെന്നുണ്ടെങ്കിൽ ഗന്ധർവന്മാരുടെ അടുത്തുനിന്ന് അല്ലെ ഗന്ധർവലോകത്ത് ആത്മാല കാണുന്ന മേഘം പോലുള്ള സ്ഥലത്ത് കിട്ടുന്നു. അതേത് ഗീതവാദത്തിലെ കാമഭോഗി ഈ മേഘം പോലുള്ള സ്ഥലം നല്ല ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഗന്ധർവ ലോകം ഉണ്ടാവില്ല. എവിടെയാണ് കൊടിയടികൾ ഉണ്ടാവില്ല. എവിടെ ദേവറക്കാണ് ഉണ്ടാവില്ല. എവിടെ അമ്പലങ്ങൾ കെട്ടാൻ പറ്റില്ല. അതായത് അതേത് ഗീതവാദത്തിലോ കാമബോധി സങ്കല്പാദികൾ ഗീതവാദത്തിൽ സമുദ്ദിഷ്ടം തേന ഗീതവാദത്തിലോകന സമ്പന്നമാണ്. ഈ ഗീതാദികളും വേദാദികളും പഠിച്ചവർക്ക് വാസന ഉണ്ടാവുമെന്ന് അടുത്ത ജന്മാരും നമ്മൾക്ക് വാസന കാണാൻ പറ്റുന്നതാണ്. അതായത് സ്ത്രീലോകാമോഹി സങ്കല്പാദികൾ സ്ത്രീയെ സമുദ്ദിഷ്ടം ഏത് പെണ്ണ് വിചാരിക്കുന്ന ആ പെണ്ണുങ്ങളുടെ ലോകത്തിൽ ആ പെണ്ണുങ്ങൾക്ക് ആരും ചെയ്തു കൊടുക്കുന്നില്ല. സമുദ്ദിഷ്ട സ്ത്രീലോകന സമ്പന്നമെങ്കിൽ സ്ത്രീലോക സമ്പത്ത് നിൽക്കേണ്ടത്. അതായത് നെല്ല് കുത്തുന്നത് പോലെ അത് ചൂടി പോയി കഴിഞ്ഞാൽ അരി വരുന്നവരെ കുത്തുക. അതേപോലെ ആത്മാനുഭവം എന്നുള്ളത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ അനുഭവം അർച്ചരാതി മാർഗത്തിലേതാണോ അല്ല സദ്യമുക്തിൻ്റെ ആണോ. സദ്യമുക്തിൻ്റെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകാന്തരത്തിലേക്ക് പോകുന്ന അവസ്ഥയെ വരുന്നില്ല. അപ്പോൾ സദ്യമുക്തി അല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ അവസ്ഥ അവിദ്യ എന്നുള്ളത് ഉണ്ടെങ്കിൽ അവിദ്യ ഉണ്ടോന്നാണല്ലോ പോകുന്നത്. ആ അവിദ്യേൻ്റെ ഫലത്തിനനുസരിച്ചിട്ടാണ് അവരൊക്കെ ആ ലോകത്തിലുള്ള ഈ സുഖങ്ങളിലുള്ള ആശയം ഉണ്ടാകുന്നത്. വിഷയസുഖങ്ങളിലേക്ക് ആശയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലം ദീർഘമായ കാലത്തിന് ശേഷം ബ്രഹ്മാവിൽ ലഭിക്കുന്നത് തന്നെ ഒരു സൂചന. യമന്തം അഭികാമോ ഭവതി യം കാമം കാമേത് എവിടെ കാമുണ്ടോ എവിടെ കാമിക്കുന്നുണ്ടോ സ്വാസ്യ സങ്കല്പാദേവ സമുത്തിഷ്ടം വിചാരിക്കുന്ന കാലത്തിൽ നിന്ന് അവർ എണീച്ചു നിന്നു. സങ്കല്പാദേവത്തെ സമുത്തിഷ്ടം നിൽക്കുന്ന വിചാരിക്കുന്ന സംസ്കൃതം എടുക്കുന്ന നോക്കാം. വേന സമ്പന്നവും ആ സമ്പത്തുണ്ടാവും. ആ ഗൗരവവും ഉണ്ടാവും. യഥോക്ത ആത്മധ്യാന സാധനാനുഷ്ഠാനം പ്രതി ആത്മധ്യാനം ചെയ്യാനുള്ള സാധിക്കാനുള്ള അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് സാധകാനാം ഉത്സാഹ ജനനാർത്ഥം സാധിക്കണമെന്നില്ല ഉത്സാഹം നമ്മളിപ്പോൾ ഇതിലവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അനുക്രോശന്ത്യാഹ കഷ്ടമിതം ഖലു വർത്തതേ കഷ്ടാണല്ലോ വർത്തിക്കുന്നത്. ആത്മസ്ഥാന ശക്തിപ്രാപ്യ അഭി തന്നോട് ആത്മാവിലുള്ള ശക്തിയാണ് പ്രാപ്തിയാണ് എങ്കിൽ കൂടാ തൈമേ സത്യാഹ കാമാഹ അനുദാവിധാന തേഷാകും സത്യാനാകും സദാ സത്യാനാകും സദാ അനുദാവിധാനം സത്യത്ത് അനുദം തൈമേ സത്യാഹ കാമ ഈ വാസ്തവമായ കാമങ്ങൾ അനുദാവിധാന പൊയ്യാൽ മൂടപ്പെട്ടിട്ട് തേഷാകും സത്യാനാകും സദാ അനുദാവിധാനം സത്വം എന്നുള്ളത് പൊയ്യിനെ കൊണ്ട് മറക്കപ്പെട്ടത്. യോ ആസ്യ ഇത പ്രേരി ആരും പോന്നോ തമിഹ ദർശനായ അതിനെ ഇവിടെ കാണാൻ പറ്റില്ല. സത്യജാമ അനുദാച്ഛാദന യുക്ത ഹെ
सत्यकाम पुलिया चुटपटवना सत्य होने पर भी अनुद मिथ्या उनका अभिधान आच्छादन करने वाला है, ये उनको मरकपड़ते हैं। क्योंकि ये प्राणी की जो संबंधी यहाँ से मरकर जाता है आर इवन संबंध सप्तम पोना वह उसके फिर देखने लिए नहीं मिलता है। सही में सत्याह कामः अनुदाविधाना तेषां सत्यां सदा अनुदाविधानं यो यो हसीदा प्रेरिता निह दर्शनाय लभते। अत ये जात् इह जीवाः ये च प्रेताः अत ये च असि इह जीवाः ये च प्रेताः ये चत्वरे अन्य इच्छन् लभते न लभते इडु प्रतीतियो सर्वं तत्र गत्वा बिन्दुवெல்லாம் அடிச்சிட்டு अस्येदे सत्याः कामाः अनुदाविधानाः सत्यकामनिल कोय्या चित्रपटदे तद्यदपि हिरण्यनिधिं निहितम् अक्षेत्रज्ञाः उपरि उपरि गच्छन्तो न विन्देयुः निधि കുഴിച്ചിട്ട് അവഴിയിൽ കൂടെ എത്ര പ്രാവശ്യം പോയി ഞാൻ കുഴിച്ചിട്ടതന്നെ അറിയില്ല കുഴിച്ചിട്ടുണ്ട് മറ്റുള്ളവർ അറിയുന്നില്ല കാരണം ഉറപ്പിലത് പോയി സമയത്ത് പരമാത്മാവരോട് സംബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ടാകും പരമാത്മാവിലെ ബന്ധപ്പെട്ട് ഒന്നും പറയുന്നില്ല സഞ്ചരന്തോന്ന വിന്ധ്യയോ ഏവമേവ സർവാ പ്രജാഹ ഇങ്ങനെയാണ് എല്ലാ പ്രജകളും എല്ലാ ജനങ്ങളും അഹരഹർ ഗച്ഛന്ത്യ ഓരോരോ ആത്മാവിലും ഉറങ്ങുന്ന സമയത്തും പോയി വരുന്നുണ്ട് ഏതം അഹരഹ അഹഹ അഹർ അഹഹ അഹഹ ഓരോ ഭാഗം നോക്കാം ഏതം ബ്രഹ്മലോകം ന വിന്ദന്തി അനുദേന ഹി മൂഢാഹ പ്രമൂഢാഹ പൊയ്യാലും മൂടപ്പെട്ടതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് പൊയ്യ നല്ല അരിഞ്ഞുകൊണ്ട് तथा उस लोक में अपने जिन जीवित अथवा जिन मृतक उस लोक में आलोकित तथा अपने जिन जीवित अथवा तन्नुडे जीवितम अल मृतक पुत्रादि के और जिन अन्य पदार्थों का सत्ता कुटियों मत पदार्थों इच्छा करते हुए भी आशपटाल गुड़ा प्राप्त नहीं करता है किटुना उसके उसको इस हृदयाकाश स्थित ब्रह्म ये हृदयाकाश ब्रह्म में जानकर प्राप्त कर लेता है क्योंकि यहाँ से ये सत्यकाम अमृत से डूके हुए रहते हैं ये सत्यकाम वाले इस विषय में यह दृष्टांत है जिन्होंने उदाहरण പറയുന്നു इस पृथ्वी में जड़े हुए सुवर्ण के ഇതിന് ഉദാഹരണമായി ഭൂമിയിൽ കുഴിച്ചു വെച്ചില്ല സ്വർണ്ണം നോക്കിയാൽ കുഴിച്ചു വെച്ചിട്ട് നമ്മളിവിടെ നടക്കുന്ന അറിയാൻ ज्ञान भी पुरुष उस पर ऊपर विचरते हुए भी नहीं जानते हैं। इस प्रकार सारी प्रजा नित्य प्रति ब्रह्मलोक को जाते हैं എല്ലാ ലോകവും സത്യലോകത്തിൽ പോകുന്നത് നോക്കാം അത് പ്രാണന്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ട് സത്യലോകം വാസ്തവമായ ലോകം പൊയ്യാൽ മറക്കപ്പെട്ടിട്ട് അറിഞ്ഞാൽ അത് തെറ്റായിട്ട് അറിഞ്ഞു നോക്കാം नहीं ब्रह्मलोक को जाती हुई इसे नहीं पाती ബ്രഹ്മലോകത്ത് പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്നില്ല പോയി വരുന്നതിൽ ഉറങ്ങുന്ന എണീക്കുന്ന സത്യലോകം എന്ന് പറഞ്ഞാൽ വാസ്തവമായ ലോകം വാസ്തവമായതല്ലേ പരമാത്മാവ് ഇല്ലാതെ സ്ഥലമില്ല എന്നാൽ പരമാത്മാവ് അല്ലാതെ ഒരു അവാസ്തവം നമുക്ക് അവാസ്തവമായി തോന്നുവാന്ന് മാത്രം ഇല്ല പരമാർത്ഥമായിട്ടേ എല്ലാവർക്കും ഉള്ളൂ സത്യലോകം എന്ന് പറയുന്നത് ഒരു വേറൊരു ലോകമല്ലാന്ന് ലോകാന്തരം അല്ലാന്നാണ് ഇത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് അത്രയും ദൂരത്ത് പോയി വരണമെന്ന് എത്രയോ മണിക്കൂറാവില്ല അത്രയും മണിക്കൂർ നമ്മൾ ഉറങ്ങാനാവുന്നില്ലല്ലോ നിമിഷത്തിലാവുന്നില്ല എന്നാൽ എല്ലാ ദിക്കിലും സത്യലോകമുണ്ട് എല്ലാവരും മായ കൊണ്ട് മറക്കപ്പെട്ടില്ലതുകൊണ്ട് നമ്മൾ ഈ ലോകം ഇത് ഭൂലോകമാണ് ഇത് സത്യലോകം അത് സത്യലോകമാണ് വിചാരിക്കുന്നത് സത്യലോകം ഇല്ലാത്ത ലോകമില്ല പ്രത്യേകിച്ച് വാസ്തവമില്ലെങ്കിൽ പൊയ്യാൻ കാണാൻ പറ്റും വെള്ളി വാസ്തവത്തിൽ കടയിൽ ഇല്ലതുകൊണ്ടല്ലേ ഇത് തെളിഞ്ചലാന്ന് മനസ്സിലാവുന്നത് क्योंकि ऐसे अमृत के द्वारा हर ली गई है എന്നാണ് ഇത് കളവ് കൊണ്ട് മറക്കപ്പെട്ടിട്ടില്ല ചാകചക്യം എന്നുള്ളത് വെള്ളിൻ്റെ ആണെന്ന് ചിലർ പ്രകാശത്തിൻ്റെ ആണെന്ന് ചിലർ പരമാത്മാവിൻ്റെ ആണെന്ന് ചിലർ അപ്പോൾ പ്രകാശമായിട്ടുള്ള ഏത് വിദ്യയാണെന്ന് ചിലർ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ തത്വമസിയാണ് അസുഖത് 9 പ്രാവശ്യം പറഞ്ഞതാണ് സമായേഷ ആത്മാ ഹൃദി തസ്യേതദേവ നിരുക്തഗ് ഹൃദയമിതി സമാ ആത്മാ അവനാണ് ആത്മാ ഹൃദയത്തിലുള്ളത്
അത് സ്ഥാനവ്യപദേശ ഹൃദയത്തിൽ കണ്ണിലെന്നും പറയുന്നുണ്ട്. ഹൃദി തസ്യേതദേവ നിരുക്തജ് ഇതാ പറയപ്പെട്ടിട്ടില്ല. ഹൃദി അയമിതി ഹൃദയം, ഹൃദയത്തിലാണ് ഇതിനില്ല, അതുകൊണ്ട് ഹൃദയം. തസ്മാത് ഹൃദയം അഹരഹർവ ഏവം സ്വർഗം ലോകമാകുന്ന ഹൃദയത്തിലാണ് സ്ഥാനനിർദ്ദിഷ്ടമായ ഇന്ന് വീട് ദർശനത്തിലെ വീട് ദർശനങ്ങൾക്ക് പോയി നോക്കുമല്ലോ, അതുപോലെ ഹൃദയത്തിലാണെന്ന് ഹൃദയം കൊണ്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ബുദ്ധി എന്തായാലും മനസ്സത്വം ബുദ്ധിതത്വം നേടുന്നത് നമ്മുടെ പരമവ്യക്തം അവ്യക്തം പുരുഷൻ പുരുഷന് പരമില്ല എന്നല്ല നല്ലത് ആ ഉപനിഷത്ത് നല്ല ലയിക്കുന്നില്ലാണ് പറ്റും. സവായേഷ ആത്മാ ഹൃദയ തസ്യേതദേവ നിരക്തജ് ഹൃദി അയമിതി തസ്മാത് ഹൃദയം അഹരഹർവായം സ്വർഗം ലോകം ഏരി ഓരോ ഭാഗത്തും സ്വർഗലോകം. വലിയ ആത്മാ ഹൃദയമേൻ ആത്മാ ഹൃദയത്തിലാണുള്ളത്. ഹൃദി അയം ഏത് ഹൃദയമേൻ ഹൃദി അയം ഹൃദയത്തിലാണ്. ഏത് इसका निरुक्त वित्पत्ति है वित्पत्ति हृदय आयम हृदय. ये हृदय है, इस प्रकार जानने वाला पुरुष प्रतिदिन स्वर्गलोक को जाता है. इस प्रकार जानने वाला पुरुष മനസ്സിലാകുന്ന പുരുഷൻ പ്രതിദിനം സ്വർഗലോക को जाता है. ആ സ്വർഗലോകത്ത് പോകുന്നത് എന്തെങ്കിലും കുറിച്ചിട്ട് അവർക്ക് നടത്തുന്നു അർത്ഥം. നിധി അറിയുന്നു അല്ലാത്മാവ് എന്താണ് അത് വഴിയാണെന്ന് മാത്രമേ കാണുന്നുള്ളൂ. അത് ആത്മാവിനെ അറിയുന്ന ആത്മാവിനെ അറിയുന്നില്ല. അതായത് യേശ സമ്പ്രസാദ ആത്മശരീര സമർത്ഥായ പരഞ്ജോതിരൂപസമുദ്രത്തെ അതെ യേശ ആത്മാ സമ്പ്രസാദ ഈ ആത്മാ സന്തുഷ്ടനായിട്ടുള്ളത് ആത്മാശരീര സമർത്ഥമായിട്ട് ശരീരത്തിന് എഴുന്നേറ്റിട്ട് പരഞ്ജോതി സമൃദ്ധിയ പരമാത്മാവോട് ചേർന്ന് പരഞ്ജോതിസോട് ചേർന്നിട്ട് അതായത് വളത്തിലെ ദീപം പകലിലെ ദീപം ഒന്നേക്കിനെ വിളിച്ചു രൂപയാണിട്ട് പരഞ്ജോതി രൂപത്തിൽ സ്വസ്വരൂപാണ് സംസ്ഥാനമായി താൻ ആരും മനസ്സിലാക്കുന്നു. യേശാത്മേതിവാചേത് അമൃതാഭയ ഇത് ആത്മാവാണ് അമൃതാണ് അഭയാണ് ഇത് ബ്രഹ്മാന്ന് ഹവായ ബ്രഹ്മണോ നാമ സത്യമിതി ഇതാണ് ബ്രഹ്മത്തിന്റെ പേര്. സത്യം ബ്രഹ്മത്തിന്റെ പേരാണ്. നാമത്തെ അനന്തം എന്ന് പറയുന്നത് അന്തമില്ല. ബ്രഹ്മ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നാലും വാക്കുകൊണ്ട് പറയാതെ സാക്ഷാത്കാരമില്ലല്ലോ. അപ്പൊ വാക്ക് നിത്യമായതുകൊണ്ടില്ല. അപ്പൊ ആത്മാവ് നിത്യമാണല്ലോ. അപ്പൊ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിന്റെ സ്ഥിതിയാണ്. എന്താ ആദ്യന്തരഹിതമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ശുദ്ധ ഇതിന് നോക്കാം. ये जो संप्रसाद है वह इस शरीर से उत्थान कर परम ज्योति को प्राप्त हो. शरीर में परम ज्योति से अड़ने स्वरूप से युक्त हो जाता है. स्वरूप लक्षण गंधवर्तन पृथ्वी के लक्षण പറയുമ്പോൾ അത് ആത്മാവിന്റെ സ്വരൂപമായി നോക്കാം. യഥാ इच्छाप्नोति यथादत्ते इच्छाति विषयानि संततो भाव तस्मात् इच्छाप्नोति यथादत्ते ഏത് പെട്ടെന്ന് ഏത് പോയി അടയുന്നു. യഥാപ്ന യഥാർത്ഥ സന്തതോ ഭാവം എപ്പോഴുള്ള ഭാവമാണ്. അത് വീണ്ടും ഞാൻ പലരും പറഞ്ഞു. അതാ ഏത് ആത്മാഹേ ഇത് ആത്മാവാണ്, ഏത് അമൃതേ ഇത് അമൃതാണ്, ഏത് അഭയ ഭയമറ്റതാണ്, ഇത് ബ്രഹ്മ ഇത് ബ്രഹ്മാണ്, ഏത് ആചാര്യനെ സഹ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ബ്രഹ്മ സത്യ ഏത് നാമ ഈ ബ്രഹ്മത്തിന് സത്യം എന്നാ പേര്. അതെ സേനരൂപമായി നിൽക്കുന്ന ഏഷ ആത്മരൂപാച ആത്മാന്ന് പറയുന്നത് അമൃതമയം അമൃതാണ് ഭയമറ്റതാണ് ബ്രഹ്മാണ്. ബ്രഹ്മണോ നാമ സത്യമിത് ബ്രഹ്മത്തിന്റെ നേരാണ് സത്യം നല്ലത്. താനി ഹവാനി ത്രീണി അക്ഷരാണി ഇതാണ് 3 അക്ഷരം എന്ന് പറയുന്നത്. സാ ടി എന്നുള്ളത് സത്യം എന്നുള്ളതിന്റെ ഓരോ അക്ഷരങ്ങൾ. സദ്യത് സത്യം സദ് സത് അമൃതം അഖ തീ തൻ മർത്യം. സത് അമൃതമായിട്ടുള്ളത്, തീ എന്നുള്ളത് മരണമറിയത്, എം എന്നുള്ളത് തേനെ ഉഭേ യക്ഷതി രണ്ടും കൊടുക്കുന്നു മരണത്തെയും അമൃതത്തെയും. ഏത് അനേന ഉഭേ യക്ഷതി രണ്ടും കൊടുക്കുന്നുണ്ട്. തസ്മാത് ഏത് അഹര തസ്മാത് അഹം അഹര അഹർവാ ഏവം സ്വർഗം ലോകം വെച്ചത്. അതുകൊണ്ട് ഒരു ഭാഗം സ്വർഗലോകം. ഉത്തരായണം ദക്ഷിണായനം മാർഗം എന്നും പറയുന്നത് അങ്ങനെ. അല്ലാതെ ആത്മവിദ്യേൻ്റെ ഏത് കാലത്തിനും ആത്മവിദ്യകളിൽ ഏത് സമയത്തും പരമാത്മ ലയിക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. അത് ബൃഹദാരണ്യം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. താനിഹവായ താനി ത്രീണി അക്ഷരാണി സാ തീ യം ഇതി സദ്യത്
तद् तदमृतमथयत् धीरन्मस्तिमथयत् यं तेनो उपयच्छति तदनेन उभयच्छति तस्मात् यद् अहरहर्वा एवं स्वर्गलोकं गमेति इങ്ങനെ स्वर्गलोकपूर्णब्रह्म वे ये सत्य सकार और यम ताम ताम याम ये മൂന്ന് അക്ഷരമാണ് इसमें जो सकार है അമൃത സകാരം നല്ല അമൃതാണ് സകാരം നല്ലത് മരണമുള്ളതാണ് എം നല്ലത് രണ്ടേയും കൊണ്ടുപോകുന്നതാണ് नियम करता है क्योंकि इसमें वह इन दोनों का नियम रंडे नियमित इसलिए हम इस प्रकार जानने वाला आर्य मस्कनो प्रतिदिन स्वर्गलोक को जाता है आर्य मस्कनो हम प्रतिदिन स्वर्ग पे आत्मा सतेजो विद्यते ऐसा लोकानाम संवेदाय चतुर्थखंडम निर्मित सेतुरूप आत्मा के उपासना अनरूप आत्मा उपासना सर्व जगत धारण ചെയ്യുന്നതിനെ പറയുന്ന